ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അരിപ്പൊടിയും മൈദപ്പൊടിയും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നുപോകാണ്ട് ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റും ഇടണേ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. ഇതിനങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഞാനൊരു സുമാറ് കണക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു രീതി പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. ഈ പുഴുങ്ങലരിയില്ലേ, അതാണ് കേട്ടോ. റേഷൻ കടയിലത്തെ പുഴുങ്ങലരി പൊടിച്ചതാണ്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാധാ നമ്മളെ പച്ചരിപ്പൊടിയില്ലേ, അതിനെ കൊണ്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും കളന്തിയെടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ 1.5 കപ്പ് അരിപ്പൊടിക്ക് ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുഴുങ്ങലരി വെച്ചിട്ടുള്ള അരിപ്പൊടി ഞാൻ ഇതിൻ്റെ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെ കണ്ടു നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാവും. ഇത് നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ ഈ അരിപ്പൊടി. ഇതിപ്പോൾ ഞാൻ ഏകദേശം 2 ആഴ്ച ആയിട്ടോ പൊടിച്ച് വെച്ചിട്ട്. ഇത് വേടക്കാകൊന്നുമില്ല, നമ്മൾ വറക്കൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ കുഞ്ഞു പീസാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കില്ലേ ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണം മാത്രം മതി കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളിപ്പോൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ, അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. ഇത് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കട്ടോ. നമ്മളിപ്പോൾ ചപ്പാത്തിനെക്കാട്ടും കുറച്ച് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കുക. മാവ് ഇവിടെ ഞാൻ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടൊക്കെ വരും കേട്ടോ. കാരണം നമ്മൾ ഇതിൽ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത്രയും വലുപ്പത്തിൽ ഞാൻ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കറി ഉണ്ടാക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 തക്കാളി, അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി, പിന്നെ പച്ചമുളകാണ് എടുത്തത്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയും അതുപോലെ തന്നെ വലിയ ഉള്ളിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേറെ അല്ല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ഒന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി അടിച്ചതും കൂടി ചേർത്ത് എന്നിട്ടില്ലേ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ജാറില്ലേ, ഇഞ്ചി വെളുത്തുള്ളി അടിച്ച ജാറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ. ഒരു 2 വിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം തന്നെ വെന്ത് കിട്ടും. കണ്ടില്ലേ, നല്ലോണം വെന്ത് നല്ലോണം കഞ്ഞിയായി വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. നല്ലോണം തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് തയ്യാറാക്കുന്ന ഗരം മസാലപ്പൊടിയാണ്. ആർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതുപോലത്തെ എല്ലാ മസാല കറികൾക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണേ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് മുട്ടാണ്. മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് പൊരിച്ചിട്ടും ചേർത്ത് കൊടുക്കുക, അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നല്ലോണം തന്നെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും മതിയാവും കേട്ടോ. മല്ലിച്ചപ്പും പുതിന ചപ്പും ലേശം പുതിന ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം അപ്പോഴാണ് ഒരു ബിരിയാണിൻ്റെ ഒരു ടച്ചുള്ള ഒരു മസാല ആയിട്ട് മാറുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല കഴിക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക്.
ഇനി ഇതാ നമ്മളെ നേരത്തെ കുഴച്ച് വെച്ച മാവ് നമ്മൾ ഈ ഒരു പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അമർത്തിയെടുക്കുന്നത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഈ ഒരു പത്തിരി പ്രസ് വെച്ചിട്ട് പത്തിരി ചൂടുന്ന വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചു ഇതെന്താ വൃത്തിയില്ലാത്ത പത്തിരി പ്രസ് എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ, കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഇത് വൃത്തിയില്ലായ്മല്ല കേട്ടോ, ഇതിൻ്റെ പെയിൻറ്റ് പോയിട്ട് അതിൻ്റെ കറുപ്പടയാളം പുറത്തേക്ക് കാണലാണ്. അപ്പോൾ കുറേ കാലങ്ങളോളായിട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഒഴിവാക്കാനൊന്നും നമുക്ക് തോന്നുന്നില്ല, കാരണം ഒരു കുഴപ്പവും വന്നിട്ടില്ല കേട്ടോ. ഇതിൻ്റെ പെയിൻറ്റ് പോയിക്കുന്നല്ലാണ്ട് വേറെ ഒരു കുഴപ്പവും ഇതിനില്ല. നല്ലോണം തന്നെ അമർത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്ക് നല്ല അടിപൊളി നൈസ് പത്തിരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിനെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒഴിവാക്കാത്തത്. അപ്പോൾ ഇതാ ഞാനൊരു വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നമ്മൾ നേരത്തെ ഉരുളകളാക്കി വെച്ചിട്ടില്ലേ അത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. വാഴയില വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ വാഴയില ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് പത്തിരി കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. കല്ല് ഇവിടെ നല്ലോണം തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ പത്തിരിയും ഞാൻ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതേപോലെ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഞാൻ ആദ്യം മാത്രമാണ് കേട്ടോ രേഷം വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുള്ളൂ, പിന്നെ വെളിച്ചെണ്ണ ആക്കിയില്ല. പിന്നെ അങ്ങനെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ ചിലത് നല്ലോണം പൊങ്ങി വരും, ചിലത് അങ്ങനെ പൊങ്ങിയല്ല കേട്ടോ. പിന്നെ നമ്മൾ വെന്ത് കഴിഞ്ഞാൽ സൈഡ് രണ്ടും കുറച്ചൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചെയ്യാത്തവരോട് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതാ നമ്മളിത് മുഴുവനായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുഴുവൻ പത്തിരിയും കളറൊക്കെ മാറിയിട്ട് നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ചിലത് പൊങ്ങുന്നുണ്ട് കേട്ടോ, ചിലത് പൊങ്ങുന്നില്ല, അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മളിത് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പത്തിരി മുഴുവനായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്, കണ്ടില്ല, നല്ല താള് പോലെ ഉണ്ട് കേട്ടോ. അത് വെക്കും തോറും നമ്മളിപ്പോൾ കാസ്ട്രോളിലൊക്കെ അടച്ച് വെക്കും തോറും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് പറയണേ. ഇതിൽ നമ്മൾ ബട്ടർ ചേർത്തത് കൊണ്ട് തന്നെ നല്ല പ്രത്യേക രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കേ. അപ്പോൾ പത്തിരിയും മുട്ടക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്തൊന്ന് നോക്കി, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ചായക്ക് വേണ്ടിയിട്ടാക്കിയതാണ് കേട്ടോ. ഇതിൽ മുട്ട പൊരിച്ചിട്ടിട്ടാലും നല്ല അടിപൊളി കളറായിരിക്കും കേട്ടോ മുട്ടൊക്കെ ഉണ്ടാവുക. കണ്ടില്ലേ, ഈ ഒരു മുട്ടക്കറിയും ഈ ഒരു പത്തിരിയും മാത്രം മതി കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ.